നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഉടായ്പ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചാൽ അത് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാതിരിക്കാൻ, വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ആ വോയിസ് കേട്ടിട്ടുണ്ട് എന്ന് അറിയാതിരിക്കാൻ, ഓൺലൈൻ ഓഫ് ചെയ്യാൻ, അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിൽ ഉടായ്പ് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ഏതൊക്കെയാണ് നമ്മുടെ വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാട്സപ്പ് എടുത്തിരിക്കുകയാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് സെൻറ്റർ ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പ്രൈവസി എന്നുള്ള സെറ്റിങ്സ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൈവസി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പ്രൈവസി, നമ്മെ പ്രൈവസി ചെയ്യാൻ സാധിക്കുന്ന സെറ്റിങ്സുകളാണ് ഇതിനകത്തുള്ള മുഴുവൻ സെറ്റിങ്സ്. നമുക്ക് ഏറ്റവും മുകളിൽ ആദ്യം തന്നെ നോക്കാം, ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അധികം ആളുകൾ ഓൺലൈൻ ഓഫ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം കാണുന്ന നോ ബഡി എന്നുള്ള ഭാഗത്ത് വെക്കുക. അതിനുശേഷം ഇവിടെ രണ്ടാമത് കാണുന്ന ഭാഗത്ത് സെയിം ആസ് ലാസ്റ്റ് സീൻ, രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ്. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതേ സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് സീനും ഓൺലൈനും കാണിക്കില്ല. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ മാത്രം കാണിച്ചാൽ മതി, ലാസ്റ്റ് സീൻ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ എന്നുള്ളിടത്ത് എവരിവൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് എവരിവൺ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലുള്ള ലാസ്റ്റ് സീൻ നോബഡി ആക്കി കൊടുക്കുക. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ലാസ്റ്റ് സീൻ നോബഡിയും ഓൺലൈൻ എന്നുള്ള ഈ രണ്ടാമത്തെ ഭാഗം സെയിം ആസ് ലാസ്റ്റ് സീൻ ആക്കിയാൽ രണ്ടും നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് കോൺടാക്റ്റിലുള്ളവരെ മാത്രം ഓൺലൈൻ ലാസ്റ്റ് സീൻ കാണിച്ചാൽ മതിയെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, മൈ കോൺടാക്റ്റ് എന്നുള്ളത്. അത് ലാസ്റ്റ് സീൻ മൈ കോൺടാക്റ്റ് വെച്ചാൽ ലാസ്റ്റ് സീൻ നമ്മൾ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രം കാണാം. നമ്മളുടെ നമ്പർ എവിടെന്നെങ്കിലും കിട്ടി സേവ് ചെയ്ത് നോക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഓൺലൈൻ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നുള്ള ഓപ്ഷൻ, അതായത് മുകളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് താഴെ ഓപ്ഷനിൽ നമുക്ക് സെയിം ആസ് ലാസ്റ്റ് സീൻ, സെയിം ആയിട്ട് ലാസ്റ്റ് സീനിൽ കാണിക്കുന്ന അതേ സെയിം തന്നെ ഇവിടെയും കാണിക്കുന്നതാണ്. അപ്പോൾ മുകളിൽ മാറ്റം വരുന്നതനുസരിച്ച് ഇവിടെയും നമുക്ക് ഇതേ സ്ഥാനത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എനിക്ക് മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ്, ഇനി കോൺടാക്റ്റുള്ള കുറഞ്ഞ വ്യക്തികൾക്ക് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ കോൺടാക്റ്റിൽ ഏത് വ്യക്തിയാണോ വേണ്ടതെങ്കിൽ ആ വ്യക്തിയെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് താഴെ ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് കാണില്ല, ബാക്കിയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങൾ ഓൺലൈൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ ഹസ്ബൻഡിന് ഓൺലൈൻ കാണിച്ചാൽ മതി, ബാക്കി ആരും ഓൺലൈൻ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൾ സെലക്ട് ചെയ്യുക, ഹസ്ബൻഡിന് മാത്രം അൺടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഹസ്ബൻഡിന് മാത്രം ഓൺലൈൻ കാണിക്കില്ല. അതുപോലെ വൈഫിനാണെങ്കിൽ അതുപോലെ വൈഫിന് മാത്രം അൺടിക്ക് ചെയ്യുക, ബാക്കിയുള്ളവരെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് സീൻ ഓൺലൈനും ബാക്കിയുള്ളവർക്കൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പം ഓരോ വ്യക്തികൾക്ക് വേണമെങ്കിൽ പ്രത്യേകം സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രൊഫൈൽ ഫോട്ടോ. നമുക്കൊരു ഉടായ്പ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെ ഓൺലൈൻ ഓഫ് ചെയ്ത് വെക്കും. അതുപോലെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കാണാം എവരിവൺ എന്നുള്ളത്, വേണമെങ്കിൽ അതും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും. നോബഡി ആക്കി കൊടുത്താൽ ആരും കാണില്ല. നേരത്തെ പറഞ്ഞ പോലെ മൈ കോൺടാക്റ്റിലാണെങ്കിൽ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രം കാണാം. മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് ആണെങ്കിൽ മൈ കോൺടാക്റ്റിൽ നമ്മൾ ആരെയാണോ അൺടിക്ക് ചെയ്യുന്നത് അവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് എബൌട്ട്. നമ്മൾ എബൌട്ട് സെക്ഷൻ നമ്മൾ പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്, അത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ബ്ലോക്ക് ചെയ്തതുപോലെ ഉണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തോ എന്ന് സംശയിക്കുന്നത്, എന്താണ് ചെയ്യാൻ. അപ്പം അത് ബ്ലോക്ക് ചെയ്താണോ എന്ന് സംശയിക്കാൻ കാരണം ഇതുപോലെ ഈ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തതുപോലെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. അവർക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഡബിൾ ടിക്ക് കാണിക്കും എന്ന് മാത്രം. അതുപോലെ തന്നെ സ്റ്റാറ്റസിൻ്റെ ഭാഗത്തേക്ക് സ്റ്റാറ്റസ് ആർക്കൊക്കെ കാണാൻ പറ്റില്ല എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈ കോൺടാക്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് കോൺടാക്റ്റുള്ള വ്യക്തികൾ മാത്രം കാണും. ഞാനിവിടെ 4 കോൺടാക്റ്റ് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ആ 4 കോൺടാക്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ വ്യക്തികൾക്ക് മാത്രം കാണില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ബ്ലൂടിക്ക് ഓഫ് ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ തന്നെ വോയിസൊക്കെ നമുക്ക് ബ്ലൂടിക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കാതെ ഈ കാണുന്ന റീഡ് റെസിപ്റ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആര് മെസ്സേജ് അയച്ചാലും നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വോയിസ് കേട്ടിട്ടുണ്ടെന്ന് അവർക്ക് കാണാൻ സാധിക്കില്ല, ബ്ലൂടിക്ക് കാണിക്കില്ല. ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ ആവശ്യമുള്ളത് മാത്രം ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനത് സാധാരണ ഓഫ് ചെയ്യാറില്ല. ഞാൻ മെസ്സേജ് അയക്കുന്ന ആളുകൾക്കൊക്കെ അത് ബ്ലൂടിക്ക് കാണിക്കാറുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരാൾക്ക് ഉടായ്പ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇതിനകത്തുള്ള സെറ്റിങ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.